ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും ബിസിനസ്സുകളിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. പലപ്പോഴും കൃത്യമായ തീരുമാനങ്ങൾ കൃത്യമായ സമയത്തെടുക്കാൻ പലർക്കും സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത്? കാരണം പലപ്പോഴും നമ്മളുടെ തീരുമാനങ്ങൾ മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാവാറില്ല. എങ്ങനെയാണ് മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നല്ല മെച്യൂരിറ്റി ആവശ്യമാണ്. മെച്യൂരിറ്റിയിലാണോ തീരുമാനങ്ങൾ എടുക്കുന്നത്, മെച്യൂരിറ്റിയോട് കൂടിയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നോക്കാൻ 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ 4 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടേ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തം. ഏറ്റവും ആദ്യത്തെ കാര്യം, എപ്പോഴാണോ നിങ്ങൾ കോൺസിക്വൻസസിനെ പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്നുള്ള രീതിയിൽ, അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിൽ ആദ്യമേ ഉണ്ടാകണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ കാൽക്കുലേഷനോ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടാകാം എന്ന് കൃത്യമായി അനലൈസ് ചെയ്യുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺസിക്വൻസിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും കേർട്ട് ലെവിൻസ് മോഡലൊക്കെ പോലുള്ള ചില മോഡലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ആലോചിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളുടെ തീരുമാനം മെച്യൂർഡ് ആണെന്ന് പറയാം. രണ്ടാമത്തേത് ഇമോഷണൽ റെഗുലേഷനാണ്. പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ലോജിക്കിനേക്കാൾ ഇമോഷൻ കയറി വരാറുണ്ട്. ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ലോജിക്കും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും ഇമോഷൻസ് ആയിരിക്കും നമ്മളെ പലപ്പോഴും ആ തീരുമാനത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില ആളുകളോടുള്ള അമിതമായ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും തീരുമാനങ്ങൾ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. ചില ബ്ലൈൻഡ് ആയിട്ടുള്ള ബിലീഫിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലതിനോടുള്ള പ്രത്യേകമായ അഡിക്ഷൻ കാരണം ചില തീരുമാനങ്ങൾ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ചില പ്രത്യേക സാധനങ്ങളോടോ ആളുകളോടോ ഒക്കെയുള്ള ബയസ് കാരണം ഇമോഷണൽ ആവുകയും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് തെറ്റായ തീരുമാനമായി മാറാനുള്ള സാധ്യതയുണ്ടാകുന്നു. പലപ്പോഴും ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അടുത്തത് ഫീഡ്ബാക്കിനോടുള്ള നമ്മളുടെ സമീപനമാണ്. പലപ്പോഴും ഫീഡ്ബാക്കുകൾ വളരെ പ്രധാനമാണ്. ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ തീരുമാനം എടുത്താൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഫീഡ്ബാക്ക് എടുക്കുകയും ആ ഫീഡ്ബാക്കിനോട് ഒരു ഓപ്പൺനെസ് കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ഫീഡ്ബാക്ക് എടുക്കാതെ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ ശക്തമായി മുന്നേറുമ്പോൾ പലപ്പോഴും നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ മാറുന്നതോ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പ്രിഫറൻസസ് മാറുന്നതോ എന്ന് നമ്മൾ അറിയുന്നുണ്ടാവില്ല. അങ്ങനെയാണ് പലപ്പോഴും പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ നിന്ന് തന്നെ ഔട്ടായി പോകുന്നത്. എപ്പോഴാണോ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എപ്പോഴാണോ അവരുടെ ഫീഡ്ബാക്കിന് നമ്മളൊരു ഓപ്പൺനെസ് കൊടുക്കുന്നത്, അപ്പോഴാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഓപ്പൺനെസ് കാണിക്കുന്ന ആളുകൾ മെച്യൂർഡ് ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അവർ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്കാണ് പോകുന്നത് എന്നുള്ളതും ഉറപ്പിക്കാം. അടുത്ത പോയിന്റ് അഡാപ്റ്റബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റിയാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ തന്നെ പല കൺസൾട്ടിങ് അസൈൻമെൻറ്റുകൾക്ക് പോകുന്ന സമയത്ത് പ്രായമായിട്ടുള്ള ആളുകൾ, പൊതുവേ 70 വയസ്സോ 75 വയസ്സോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അപ്പോഴായിരിക്കും ചിലപ്പോൾ ബിസിനസ്സിലൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നിട്ടുണ്ടാവുക. 45 50 വർഷമൊക്കെ ബിസിനസ് നടത്തി പരിചയമുള്ള ആളുകളാണ്. പക്ഷേ പലപ്പോഴും അവർ പുതിയ കോൺസെപ്റ്റുകൾ അംഗീകരിക്കാൻ തയ്യാറാവില്ല, പുതിയ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല, പുതിയ കാര്യങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആവില്ല. ഒരു ചേഞ്ചിന് അവർ വലിയ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് പലപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ തന്നെ ഡെത്ത് സംഭവിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പക്ഷേ വളരെ മനോഹരമായിട്ട് അത് ചേഞ്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ സെക്കൻഡ് ജനറേഷൻ വരുന്ന സമയത്ത് അവർ സജസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടെക്നോളജിയിലേക്ക് മാറുന്ന പുതിയ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്. അത്തരം ഓർഗനൈസേഷൻസ് ആണ് കൂടുതൽ വളരുന്നതായി കണ്ടിട്ടുള്ളത്. അപ്പോൾ എപ്പോഴാണോ പുതിയ ടെക്നോളജിയെ അല്ലെങ്കിൽ പുതിയ രീതികളെ, പുതിയ കോൺസെപ്റ്റുകളെ, പുതിയ മാർക്കറ്റിനെ ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നത്, നമുക്കൊരു അഡാപ്റ്റബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാകുന്നത് തീരുമാനങ്ങളിൽ അത് തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരം തീരുമാനങ്ങളായിരിക്കും ഒരു പക്ഷേ വലിയ മൈൽ സ്റ്റോണുകളായി മാറുന്നത്. അതിനെയും മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനം എന്ന് പറയാം. അപ്പോൾ പ്രധാനമായും ഈ 4 ഫാക്ടറുകളാണ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണോ നിങ്ങൾ എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ സഹായകമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി ഡിസിഷൻ എടുക്കുമ്പോൾ ശരിക്കും ഈ 4 ഫാക്ടറുകളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. ഈ മെച്യൂരിറ്റി നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ, അത് ലൈഫിലാവട്ടെ, പ്രൊഫഷനിലാവട്ടെ, ബിസിനസ്സിലാവട്ടെ, നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക.
ഓൾ ദി ബെസ്റ്റ്.